എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ അശ്വതി രജീഷ്. അങ്ങനെ നമ്മുടെ 12 kg വെയിറ്റ് ലോസ് ചലഞ്ചിന്റെ 37ാമത്തെ ദിവസവും ഇന്ന് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് തൈറോയ്ഡ് രോഗികളിലെ വെയിറ്റ് ലോസിനെ കുറിച്ചാണ്. മിക്ക തൈറോയ്ഡ് പേഷ്യൻസിന്റെയും പരാതിയാണ്, ഞാൻ റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യുന്നുണ്ട്, ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ മാത്രമേ കഴിക്കുന്നുള്ളൂ, എന്നിട്ടും എൻ്റെ വെയിറ്റ് കുറയുന്നില്ല എന്നുള്ളത്. എന്തായിരിക്കും ഇതിന്റെ പ്രധാന കാരണം? ഹൈപ്പോ തൈറോയ്ഡ് ഉള്ള ആളുകളിൽ വെയിറ്റ് ലോസ് വളരെ പതിയെ മാത്രം നടക്കുന്നത് 4 പ്രധാന കാരണങ്ങൾ കൊണ്ടാണ്. നമ്പർ 1, ഇവരിൽ മെറ്റബോളിസം വളരെ കുറഞ്ഞ രീതിയിലാണ് നടക്കുന്നത്. തൈറോയ്ഡ് ഉള്ള ആളുകളിൽ തൈറോയ്ഡ് ഹോർമോൺസ് ആയിട്ടുള്ള T3യും T4ഉം ഒക്കെ തന്നെ വളരെ കുറഞ്ഞ അളവിലാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവരിൽ BMR അഥവാ ബേസൽ മെറ്റബോളിക് റേറ്റ് കുറവായിരിക്കും. അതായത് റെസ്റ്റ് എടുക്കുന്ന സമയത്ത് നോർമൽ ആളുകളെക്കാൾ കുറഞ്ഞ അളവിൽ മാത്രമേ ഇവരുടെ ശരീരത്തിൽ നിന്ന് കാലറീസ് നഷ്ടപ്പെടുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ എളുപ്പത്തിൽ ഇവർക്ക് വെയിറ്റ് ലോസ് നടക്കാൻ സാധ്യത കുറവാണ്. നമ്പർ 2, ഹൈപ്പോ തൈറോയ്ഡ് ഉള്ള ആളുകളിൽ ശരീരത്തിൽ വെള്ളം സ്റ്റോർ ചെയ്ത് വെക്കുകയും നീർക്കെട്ടുകൾ പോലെയുള്ള അവസ്ഥകൾ ഉണ്ടാകുകയും ചെയ്യും. ഇതുകൊണ്ട് തന്നെ ഇവരിൽ ഫാറ്റ് കുറവാണെങ്കിലും ശരീരത്തിന് ഭാരം കൂടുതൽ അനുഭവപ്പെടുന്നു. നമ്പർ 3, ഹൈപ്പോ തൈറോയിഡ്സ് ഉള്ള ആളുകളിൽ ക്ഷീണവും ഉത്സാഹക്കുറവും ഒക്കെ കൂടുതലായിട്ട് അനുഭവപ്പെടാറുണ്ട്. അതുകൊണ്ട് തന്നെ മിക്ക ആക്ടിവിറ്റികളിൽ നിന്നും ഇവർ മാറി നിൽക്കാറുമുണ്ട്. ഇത് ഇവരിൽ കാലറീസ് ബേൺ ചെയ്യുന്നത് കുറയ്ക്കാൻ കാരണമാവും. നമ്പർ 4, ഹൈപ്പോ തൈറോയിഡ്സ് ഉള്ളവരിൽ മറ്റ് ഹോർമോണുകളുടെ ഇംബാലൻസും ഉണ്ടാവുന്നു. അതിൽ ഒന്നാമത്തത് ഇൻസുലിൻ ആണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹൈപ്പോ തൈറോയിഡ്സ് ഉള്ളവരിൽ മെറ്റബോളിസത്തിന്റെ അളവ് വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ഗ്ലൂക്കോസ് സെല്ലുകൾ ഉപയോഗിക്കുന്നതും കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ രക്തത്തിലെ ഇൻസുലിന്റെ അളവ് കൂടുകയും ഇത് നമ്മുടെ ശരീരത്തിലെ ഗ്ലൂക്കോസിനെ ഫാറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത് കൂട്ടുകയും ചെയ്യും. ഈ ഒരു രീതിയിൽ നമ്മുടെ ശരീരത്തിൽ ഫാറ്റിന്റെ സ്റ്റോറേജ് കൂടുകയും തടി കൂടുകയും ചെയ്യും. രണ്ടാമത്തത് കോർട്ടിസോൾ അഥവാ സ്ട്രെസ് ഹോർമോൺ ആണ്. ഹൈപ്പോ തൈറോയിഡ്സ് ഉള്ള ആളുകളിൽ സ്ട്രെസ് കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ ഇവരിൽ അഡ്രിനൽ ഗ്ലാൻഡുകൾ കൂടുതൽ കോർട്ടിസോൾ ഉൽപ്പാദിപ്പിക്കും. കോർട്ടിസോളിന്റെ അളവ് ശരീരത്തിൽ കൂടിക്കഴിഞ്ഞാൽ ഇത് നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പിന്റെ അളവ് കൂട്ടാനായിട്ട് കാരണമാകും. അത് മാത്രമല്ല, കൂടുതൽ വെള്ളം ശരീരത്തിൽ സ്റ്റോർ ചെയ്ത് വെക്കുകയും മധുരത്തോടൊക്കെയുള്ള നമ്മുടെ ഒരു ക്രേവിങ്സ് കൂട്ടുകയും ചെയ്യും. മൂന്നാമത്തത് സെക്സ് ഹോർമോൺസ് ആണ്. സ്ത്രീകളിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഹൈപ്പോ തൈറോയിഡ്സ് ഉള്ളവരിൽ ഈസ്ട്രജന്റെയും പ്രൊജസ്ട്രോണിന്റെ ഒക്കെ അളവ് കൂടുതലായിരിക്കും. ഇത് സ്ത്രീകളിൽ നീർക്കെട്ടുണ്ടാക്കാനും പ്രീ മെൻസ്ട്രൽ സിൻഡ്രോം പോലുള്ള പ്രശ്നങ്ങൾ കൂട്ടാനും അതേപോലെ വെയിറ്റ് കൂട്ടാനും ഒക്കെ കാരണമാകും. എന്നാൽ പുരുഷന്മാരിൽ ഇത് ടെസ്റ്റോസ്റ്റിറോണിന്റെ അളവ് കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവരിൽ എപ്പോഴും ക്ഷീണം അനുഭവപ്പെടും. അതുപോലെ മസിലുകളുടെ ബലം കുറഞ്ഞു വരിക, അരയ്ക്ക് ചുറ്റുമുള്ള വണ്ണം കൂട്ടുന്നതിനൊക്കെ കാരണമാവും. മേൽ പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട 4 കാരണങ്ങൾ കൊണ്ടാണ് ഹൈപ്പോ തൈറോയിഡ്സ് ഉള്ളവരിൽ വെയിറ്റ് കുറഞ്ഞു കിട്ടാൻ വളരെയധികം പ്രയാസം അനുഭവപ്പെടുന്നത്. ഇനി ഇവരിൽ വെയിറ്റ് കുറയ്ക്കാനായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കാം. അതിൽ ഒന്നാമത്തത് മെഡിസിൻ കറക്റ്റ് സമയത്തിനും കറക്റ്റ് ഡോസിലും കഴിക്കുക എന്നുള്ളതാണ്. അതായത് നമ്മുടെ തൈറോയിഡിന് മരുന്ന് എടുക്കുന്ന സമയത്ത് കൃത്യമായ ഇടവേളകളിൽ നമ്മൾ തൈറോയിഡ് ചെക്ക് ചെയ്ത ശേഷം ഡോസ് നിശ്ചയിക്കുക. അതിനുശേഷം കറക്റ്റ് ഡോസിൽ നമ്മൾ മരുന്ന് കഴിക്കാനായിട്ട് നോക്കുക. മരുന്ന് കഴിച്ച് 1 മണിക്കൂറെങ്കിലും ഗ്യാപ്പ് കഴിഞ്ഞ ശേഷം മാത്രം ഭക്ഷണം കഴിക്കാനായിട്ട് നോക്കുക. ഇത് പറയാനായിട്ടുള്ള കാരണം, നമ്മൾ മരുന്നിനോടൊപ്പം കാപ്പി, ചായ, ചിയാ സീഡ്, അതുപോലെ തന്നെ നമ്മുടെ മില്ലറ്റുകൾ, ഇങ്ങനെ പല സാധനങ്ങൾ കഴിച്ചു കഴിഞ്ഞാലും ഇത് തൈറോയ്ഡ് മെഡിസിൻ നമ്മുടെ ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യുന്നത് കുറയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മാക്സിമം നമ്മൾ തൈറോയ്ഡ് മരുന്ന് കഴിക്കുന്നതും ഭക്ഷണം എടുക്കുന്നതും തമ്മിൽ ഒരു 1 അവർ ഗ്യാപ്പ് വെക്കാനായിട്ട് നോക്കുക. രണ്ടാമതായിട്ട് ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡയറ്റ് ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. നല്ല രീതിയിൽ പ്രോട്ടീൻസ് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക, അതേപോലെ ഫൈബർ കണ്ടന്റ് അടങ്ങിയ ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തുക, കാർബോഹൈഡ്രേറ്റ് അമിതമായി കഴിക്കുന്നത് കുറയ്ക്കുക, അതുപോലെ പ്രോസസ്ഡ് ഫുഡുകളും മധുരം കൂടുതലടങ്ങിയ മധുര പലഹാരങ്ങളും ഒക്കെ തന്നെ കുറച്ചുപയോഗിക്കാനായിട്ട് നോക്കുക. അതേപോലെ തന്നെ ഗോയിട്രോജൻസ് കൂടുതൽ അടങ്ങിയിട്ടുള്ള കോളിഫ്ലവർ, കാബേജ്, ബ്രൊക്കോളി, സോയ തുടങ്ങിയവയൊക്കെ തന്നെ ലിമിറ്റ് ചെയ്ത് ഉപയോഗിക്കാനായിട്ട് നോക്കുക. ഇനി ഉപയോഗിക്കുകയാണെങ്കിൽ തന്നെ ഇത് പച്ചയ്ക്ക് കഴിക്കാതെ നന്നായിട്ട് കുക്ക് ചെയ്ത് മാത്രം കഴിക്കുക. കാരണം കുക്ക് ചെയ്യുമ്പോൾ ഗോയിട്രോജൻസിന്റെ അളവ് നല്ല രീതിയിൽ കുറഞ്ഞു കിട്ടും. മൂന്നാമതായിട്ട് റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യുക എന്നുള്ളതാണ്. ഏത് തരത്തിലുള്ള എക്സസൈസ് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. ഇത് നിങ്ങളുടെ മെറ്റബോളിസം ബൂസ്റ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. ഇനി നാലാമതായിട്ട് നിങ്ങളുടെ സ്ട്രെസ് അഥവാ ടെൻഷൻ കുറയ്ക്കാനായിട്ട് ട്രൈ ചെയ്യുക എന്നുള്ളതാണ്. ഇതിനായിട്ട് നിങ്ങൾക്ക് മെഡിറ്റേഷൻ, യോഗ, അതുപോലെ മറ്റ് റിലാക്സേഷൻ ടെക്നിക്കുകളൊക്കെ തന്നെ ട്രൈ ചെയ്യാം. സ്ട്രെസ് കൂടി കഴിഞ്ഞാൽ ഇത് നിങ്ങളിലെ കോർട്ടിസോളിന്റെ അളവ് കൂട്ടുകയും വീണ്ടും നിങ്ങളുടെ വെയിറ്റ് കൂട്ടാനായിട്ട് ഇത് കാരണമാവുകയും ചെയ്യും. അഞ്ചാമതായിട്ട് നിങ്ങൾ നന്നായിട്ട് ഉറങ്ങുക എന്നുള്ളതാണ്. ഉറക്കം കുറഞ്ഞ് ചെയ്യുന്ന ആക്ടിവിറ്റീസും നിങ്ങൾ കോർട്ടിസോളിന്റെ അളവ് കൂട്ടുകയും വെയിറ്റ് കൂട്ടാൻ കാരണമാവുകയും ചെയ്യും. ആറാമത്തും ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള കാര്യം സ്വയം മോട്ടിവേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നിങ്ങൾ വെയിറ്റ് ലോസ് തുടങ്ങിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് വെയിങ് മെഷീനിൽ ഒരു ചേഞ്ച് കാണാൻ സാധിക്കില്ല. അതായത് വെയിറ്റ് കുറഞ്ഞതായിട്ട് കാണാൻ സാധിക്കില്ല.
പകരം നിങ്ങളുടെ വെയിറ്റ് കുറഞ്ഞതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും. അതേപോലെ ഡ്രസ്സുകളൊക്കെ ലൂസ് ആയിട്ടുണ്ടാവും. മറ്റുള്ള ആളുകൾ കാണുമ്പോൾ മെലിഞ്ഞല്ലോ എന്ന് പറയുന്നുണ്ടാവും. പക്ഷെ വെയിറ്റിൽ യാതൊരു ചേഞ്ചും ഉണ്ടാവില്ല. ഇത് നിങ്ങളൊരു മോട്ടിവേഷൻ ആയിട്ട് എടുക്കുക. തീർച്ചയായിട്ടും നിങ്ങളെ വെയിറ്റ് കുറയും. ഇതേ രീതിയിൽ നിങ്ങൾ വെയിറ്റ് ലോസുമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വൈകാതെ വെയിങ് മെഷീനിൽ തന്നെ നിങ്ങൾക്ക് ആ ഒരു ചേഞ്ച് കാണാൻ സാധിക്കും. ഹൈപ്പോ തൈറോയിഡിസം ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം വെയിറ്റ് ലോസ് എന്നത് ഒരു ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമൊന്നുമല്ല. പക്ഷെ കുറച്ച് ക്ഷമയോടുകൂടെ നമ്മൾ വെയിറ്റ് ചെയ്യണമെന്ന് മാത്രം. സോ ഈ ഒരു ഇൻഫർമേഷൻ എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയെന്ന് കരുതുന്നു. ഇനി നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് പോവാം. രാവിലെ എഴുന്നേറ്റു, 1/2 ലിറ്ററോളം വെള്ളം കുടിച്ചു, 30 മിനിറ്റ് സൂംബ എക്സസൈസ് ചെയ്തു. 8:30 ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റായി കഴിച്ചത് ഒരു ഇടിയപ്പവും കടലക്കറിയും ബട്ടറും 2 കോഴിമുട്ടയും ആണ്. 11 മണിക്ക് ഒരു മധുരമിടാത്ത കാപ്പി കഴിച്ചു. ഉച്ചയ്ക്ക് കുറച്ച് ചിക്കനും 4 പീസ് പനീറും സാലഡും കഴിച്ചു. അതിനുശേഷം കുറച്ച് ഫ്രൂട്ട്സ് കൂടി കഴിച്ച് ഇന്നത്തെ ഭക്ഷണം അവസാനിപ്പിച്ചു. സോ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ഇനി നാളത്തെ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.